2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള മത്സ്യബന്ധനം, ഗതാഗതം, ആരോഗ്യം, വൈദ്യുത പദ്ധതികൾ എന്നീ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ. ഭൂതം, വർത്തമാനം, ഭാവി കുളിമ പാർന്നുകൊണ്ട് സംസ്ഥാനത്ത് എക്കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭരണം മുന്നോട്ട് പോയിട്ടുള്ളത്. 57-ൽ EMS സർക്കാർ മുതൽ ഇപ്പോൾ 8.5 വർഷക്കാലത്തുമായിരിക്കുന്ന പിണറായി സർക്കാർ വരെ സ്വീകരിച്ചിട്ടുള്ള നൂതന പരിപാടികൾ നാടിൻ്റെ മുന്നേറ്റത്തിലും ജനങ്ങളുടെ ജീവിതത്തിലും അർത്ഥവത്തായ മൗലിക മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. വസ്തുനിഷ്ഠമായി രാഷ്ട്രീയത്തിനതീതമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏത് മലയാളിയും നാടിൻ്റെ സർവ്വതല സ്പർശിയായ വികസനത്തെ തൊട്ടറിയുന്നുണ്ട്. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇടതുപക്ഷ ഭരണം തുടരണം എന്ന് നല്ലൊരു ഭാഗം ജനങ്ങൾ ചിന്തിക്കുന്നു. രാജ്യത്ത് എല്ലാ വിഷയങ്ങളിലും ഒന്നാമത് എന്ന് ശീലമാക്കിയാണ് സംസ്ഥാനം മുന്നേറുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, കേന്ദ്രീകൃത ഭരണനിർവഹണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ കാര്യങ്ങൾ കേരളം നേരത്തെ തന്നെ രാജ്യത്തിന് മാതൃകയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായ വളർച്ച, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു. ഏത് പ്രതിസന്ധിയിലും പതറാതെ കേരളം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നേട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു സാർ. സമീപ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ മൂലം ഉണ്ടായ ധനഞെരുക്കങ്ങൾ അതിജീവിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടാണ് ഈ സർക്കാർ. വരും വർഷങ്ങളിൽ സംസ്ഥാനത്തെ ഏറെ മെച്ചപ്പെട്ട സ്ഥിതിയിലാക്കി ഒരു നവകേരളം സൃഷ്ടിക്കലാണ് ഈ സർക്കാരും ഒപ്പം ധനകാര്യമന്ത്രിയും ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാരിനോട് കേരളം 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ദുരന്തഭൂമിയായ വയനാടിൻ്റെ പുനരധിവാസത്തിനും പ്രത്യേകം പാക്കേജ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന് ദേശീയ പ്രാധാന്യം അംഗീകരിക്കാനുള്ള പരിഗണനയും ധനസഹായവും വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതൊന്നും പരിഗണിച്ചില്ല. മാത്രമല്ല എയിംസും കൂടാതെ മറ്റ് പ്രത്യേക സാമ്പത്തിക പാക്കേജുകളൊന്നുമില്ല. ചുരുക്കിൽ പറഞ്ഞാൽ കേന്ദ്ര ബജറ്റിൽ കേരളം എന്നൊരു വാക്ക് പോലുമില്ല. കേരളത്തിൻ്റെ വികസനം ഒഴിപ്പിക്കുന്ന ഭരണഘടനാ നയങ്ങളുടെ ഫെഡറൽ സംവിധാനം ലംഘിക്കുകയാണ് കേന്ദ്ര ബഡ്ജറ്റിലൂടെ സമീപനം. സാർ, തീരദേശ ജനതയോട് നെഞ്ചോട് ചേർത്ത് അവരുടെ ജീവനും സ്വത്തിനും തൊഴിലിനും സംരക്ഷണം പരിഗണനവും നൽകി, കൂടാതെ അവർക്ക് പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരം നടപടികളുമായി മുന്നോട്ടാണ് ഈ സർക്കാർ. ഒപ്പവും മത്സ്യമന്ത്രി സജി ചെറിയാനും പോകുന്നത്. കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ച ജനസമൂഹമാണ് മത്സ്യത്തൊഴിലാളികൾ. അവർക്ക് തൊഴിൽ നഷ്ടമാവുന്നത് കൂടാതെ ആയിരക്കണക്കിന് വീടുകൾ നഷ്ടപ്പെട്ടു. തീരപ്രദേശത്തെ 18,685 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സുരക്ഷാ മേഖലയിൽ പുനരധിവസിപ്പിക്കാനായി 2,450 കോടി രൂപയുടെ പുനർഗേഹ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ. ഇത്തരത്തിൽ തീരജനതയെ നെഞ്ചോട് ചേർത്ത് കേരള സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇടുത്തി പോലുള്ള കേരള തീരത്തെ ധാതു മണൽ ഖനന പദ്ധതിയുമായി മോദി സർക്കാർ രംഗത്തിച്ചിരിക്കുന്നത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ഇല്ലാതാക്കി അവരെ കുടിയിറക്കുവാനും നാടുകടത്തുവാനുമുള്ള പദ്ധതിയാണ് ധാതുമണൽ ഖനന പദ്ധതി. ഇതുവഴി സംസ്ഥാനത്തെ കടലോര മേഖലയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന 10 ലക്ഷത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധികളെയും കടലിൻ്റെ ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നുവെന്ന് മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുവാനും എന്നുള്ളതും തർക്കമറ്റ വിഷയമാണ്. അതിനാൽ ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രസ്തുത ഖനന നീക്കം ഒരു കാരണവശാലും സംസ്ഥാന കടലോര മേഖലയെ അനുവദിക്കാൻ കഴിയില്ല. ഇത് ബഹിരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടിയുള്ള ബൃഹത്ത് പദ്ധതിയാണ്. കേരളത്തിൻ്റെ കടൽ മേഖലയിൽ നിന്നും ഇവർ കോരിയെടുക്കാൻ പോകുന്നത് 35,000 കോടിയിലേറെ വലിയ വിലമൂല്യമുള്ള ധാതു മണലുകളാണ്. മാത്രമല്ല, മണൽ ഖനനം നടപ്പിലാക്കി തീരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഖനനത്തിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക ഒരു ചില്ലിക്കാശ് പോലും ലഭിക്കില്ല. ഒപ്പം സംസ്ഥാന സർക്കാരിനും ഒന്നുമില്ല. മുഴുവൻ റോയൽറ്റിയും കേന്ദ്ര സർക്കാരിന് മാത്രം. ആയത് മുൻകൂട്ടി കണ്ടാണ് കേന്ദ്ര BJP സർക്കാർ നടത്തുന്ന ദുരൂഹ ഇടപെടലുകൾ തുറന്നു കാണിക്കാനായി മത്സ്യമേഖലയെ കൈകോർത്ത് ചേർന്ന് ഭേദമില്ലാതെ, രാഷ്ട്രീയ വെറുതിയില്ലാതെ സംസ്ഥാനത്ത് ഫെബ്രുവരി 27 24 മണിക്കൂർ തീരദേശം സംഭിപ്പിച്ചുകൊണ്ട് ഹർത്താൽ ആചരിച്ചത് ഇതിന് തുടക്കം മാത്രമാണ്. കയറ്റുമതി വഴി വൻതോതിൽ വിദേശനാണ്യം നേരിട്ടിരുന്ന ഭക്ഷ്യസുരക്ഷയ്ക്ക് വൻ പങ്കുവഹിക്കുകയും ചെയ്യുന്ന മത്സ്യമേഖലയെ ജനതയെയും ഇല്ലാതാക്കുന്ന പ്രസ്തുത നടപടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുന്നതാണ് രാജ്യത്തിൻ്റെ ഐക്യത്തിനും വിശാല താല്പര്യങ്ങളും ഉചിതമെന്നുള്ളത്. അല്ലാതെ സ്വകാര്യ ലോബിക്ക് കടൽ തീരം തീരെഴുതി കൊള്ള നടത്തുവാനുള്ള പണത്തിൻ്റെ പങ്കുപറ്റുന്ന മോദി സർക്കാരിൻ്റെ
BJPയുടെയും താല്പര്യം രാജ്യതാല്പര്യങ്ങൾക്ക് എതിരാണ്. ലോകത്തിലെ തന്നെ അതികഠിനമായ തൊഴിൽ മേഖലയാണെന്നാണ് മത്സ്യ മേഖല. ഉപജീവനത്തിനായി കടലിനെ ആശ്രയിക്കുകയും തൊഴിൽപരമായി കടലോരത്ത് ജീവിക്കുകയും ചെയ്യുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക തൊഴിൽ മേഖലയിൽ ഏറ്റവും അധികം സംഭാവന നൽകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും സാമൂഹിക ഉന്നമനത്തിനും സഹായമാകുന്ന പദ്ധതിയാണ് കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിലും സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുന്ന കാര്യത്തിലും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അവരുടെ ജീവനും സ്വത്തിനും തൊഴിലിനും വിദ്യാഭ്യാസത്തിനും സംരക്ഷണം. മാതാപിതാക്കൾ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ദത്തെടുത്ത് പഠിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു. ഒരു കുട്ടിക്ക് പരമാവധി 1 ലക്ഷം രൂപ വരെ അനുവദിക്കുന്ന പദ്ധതിയാണ്. ഇതുപ്രകാരം കഴിഞ്ഞ 4 വർഷം കൊണ്ട് 58 കുട്ടികളെ പ്രസ്തുത പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറി. മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് കഴിഞ്ഞ 4 വർഷക്കാലയളവിൽ സൗജന്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ നൽകി 63 പേർ MBBSന് അഡ്മിഷൻ ലഭിച്ചു. 63 പേർ മറ്റു കോഴ്സുകളും ലഭ്യമാക്കി. സാർ, സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്കുള്ള 13,765 ഗുണഭോക്താക്കൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ തീരദേശത്ത് വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്ററിനുള്ള നിരന്തരം കടലാക്രമണ ഭീഷണി നേരിടുന്ന 18,655 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സുരക്ഷിത മേഖലയിലേക്ക് പുനരധിവസിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1,398 കോടി രൂപ ഉൾപ്പെടെ 2,450 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പുനർഗേഹം പദ്ധതി പ്രകാരം 5,330 കുടുംബങ്ങളെ പുനരധിവാസം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം മത്സ്യസമ്പത്തെ സംരക്ഷിക്കുന്നതിനും നൂതന മാർഗങ്ങൾ അവലംബിച്ച് മത്സ്യകൃഷി വ്യാപകമായി നടത്തുന്നതിൻ്റെ മത്സ്യവില്പനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ഗുണനിലവാരം ഉറപ്പാക്കിയ മത്സ്യം ആരോഗ്യകരമായ സാഹചര്യങ്ങൾ ഒരുക്കി ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനും മത്സ്യത്തൊഴിലാളികൾക്ക് അവ പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തിന് ന്യായമായ വില ലഭിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഈ സർക്കാർ ലക്ഷ്യമിടുന്നത്. സാർ, ലോകമാകെ ആരോഗ്യ പ്രശ്നം ഉയർത്തി കേരളത്തിൻ്റെ ആരോഗ്യരംഗവും സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിടുന്ന 3.5 വർഷമാണ് കടന്നുപോയത്. കോവിഡിനൊപ്പം നിപ്പ, മങ്കിപോക്സ്, സിക തുടങ്ങിയ മറ്റിതര പകർച്ചവ്യാധികൾ കൂടാതെ പ്രളയാനന്തരമുണ്ടായ വെല്ലുവിളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവയെ അതിജീവിച്ചാണ് സാധിച്ചു. എന്ന് മാത്രമല്ല, ഇത്രയേറെ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള ആരോഗ്യരംഗത്ത് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ആരോഗ്യവകുപ്പിന് സാധിച്ചു. കൂടാതെ സംസ്ഥാനത്തെ പല ആരോഗ്യ പദ്ധതികളും ദേശീയ ശ്രദ്ധ ആകർഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് സൗജന്യ ചികിത്സ. സാർ, രാജ്യത്ത് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം. ഈ സർക്കാരിൻ്റെ ആരംഭത്തിൽ 2.5 ലക്ഷം ആൾക്കാർക്കാണ് പ്രതിവർഷം സൗജന്യ ചികിത്സ നൽകിയതെങ്കിൽ 2024 6.5 ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ നൽകുന്നത്. സൗജന്യ ചികിത്സക്കായി പ്രതിവർഷം 1,200 കോടി രൂപയാണ് ഈ സർക്കാർ ചെലവഴിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ് സാർ. ഇത്തരം മേഖലയിലൂടെ മുന്നോട്ട് പോകുന്ന കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ധനാപത്രത്തെ ഞാൻ ഒരിക്കൽ കൂടി പിന്താങ്ങുകയാണ്.